രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനൊരു ഉന്മേഷമില്ല, ഒരു ഉഷാറില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതേപോലെ തന്നെ ഈ ഒരു കാപ്പി കുടിക്കുന്നത് കൊണ്ട് ഇത് കരൾ രോഗം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ കരൾ ഇത് കാരണം ഡാമേജ് ആവുമോ, അല്ലെങ്കിൽ ഈ ഒരു ഫാറ്റി ലിവർ ഉള്ളവർക്കോ കരൾ രോഗമുള്ളവർക്കോ ഒക്കെ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഒരുപാട് പേരുടെ സംശയങ്ങളാണ്. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ഫാറ്റി ലിവർ അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഗ്രേഡ് 3 വരെയൊക്കെ കാണാറുണ്ട്, ലിവർ സീറോസിസ് കാണാറുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ഫസ്റ്റ് ഗ്രേഡോ സെക്കൻഡ് ഗ്രേഡോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും ഇവർ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും ഇതിന് മെഡിസിൻ ഒന്നും വേണ്ട, എക്സസൈസ് മതി, ഡയറ്റ് മതി, അതിൽ തന്നെ ഇത് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ പലർക്കും ഒരു സംശയമാണ്, ഇതിന് മെഡിസിൻ എടുക്കണോ, ഇത് എക്സസൈസും ഡയറ്റും കൊണ്ട് തന്നെ ശരിയാവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അതേപോലെ എന്താണ് ഫാറ്റി ലിവർ, ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാപ്പി കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫാറ്റി ലിവർ എന്നുള്ളത് പറയാം. ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. അതായത് ലിവറിൻ്റെ ചുറ്റും കൊഴുപ്പടിഞ്ഞുകൂടാ, അതായത് ഒരു പ്രത്യേക അളവ് കൊഴുപ്പ്, ഒരു 5% വരെ കൊഴുപ്പ് ലിവറിന് ചുറ്റുമുള്ളത് വളരെ കോമൺ ആണ്, വളരെ സാധാരണമാണ്, നോർമലാണ്. പക്ഷേ ചില ആളുകളിൽ നമ്മുടെ ബ്ലഡിൽ അമിതമായിട്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുമ്പോൾ, ഇത് കൂടുതലാവുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് കൂടുതലായിട്ട് പറ്റിപ്പിടിക്കും. അങ്ങനെ ലിവറിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ലിവറിൻ്റെ കോശങ്ങൾക്കിടയിലൂടെ ഈ ഒരു കൊഴുപ്പ് കയറി പറ്റിപ്പിടിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുക. അതായത് ഒരു 5% കൂടുതൽ പറ്റിപ്പിടിക്കുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുക. ഈ ഒരു ഫാറ്റി ലിവറിന് നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, പിന്നെ ഇത് കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രേഡ് 2വിൽ നിന്ന് തന്നെ നമുക്ക് ലിവറിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് ആവാനും ലിവറിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാനും ഒക്കെ കാരണമാവാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൊതുവേ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് കൂടിക്കഴിഞ്ഞാൽ പിന്നീട് മാരകമായിട്ടുള്ള കരൾ രോഗങ്ങൾക്ക് വരെ കാരണമാവാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ഫാറ്റി ലിവർ എങ്ങനെയാണ് കൂടുന്നത്, ആരിലൊക്കെയാണ് കൂടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോള്, കൊഴുപ്പ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുമ്പോൾ ഇത് ഉപയോഗം വരുന്നില്ല. അതായത് ഒരു പരിധിയിൽ കൂടുമ്പോൾ ഇതിന് ഉപയോഗം വരില്ല. അതായത് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭക്ഷണത്തിലൂടെ ആയിക്കോട്ടെ, ചിലപ്പോൾ മദ്യപിക്കുന്നവർക്കായിക്കോട്ടെ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൊഴുപ്പ് ബ്ലഡിൽ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൂടുമ്പോൾ, അമിതമാവുമ്പോൾ ഇത് ലിവറിൽ ചുറ്റും അടിഞ്ഞുകൂടും. ഇതാണ് പൊതുവെ ഫാറ്റി ലിവർ. അപ്പോൾ ഇതാരിലൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് കാണുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പുറത്തുനിന്ന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അമിതമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുക, അമിതമായിട്ട് ഫാറ്റി ഫുഡ് കഴിക്കുക, പിന്നെ ഹോട്ടൽ ഫുഡ് കഴിക്കുക, ഇങ്ങനെയുള്ളവർക്കാണ് പൊതുവെ നമ്മൾ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് റെഡ് മീറ്റ് കഴിക്കുന്നവർ, അതായത് ബീഫ്, മട്ടൺ, പോർക്ക്, പിന്നെ ചിക്കനും മീനും ഒക്കെ പൊരിച്ചിട്ടല്ലാണ്ട് കഴിക്കാത്ത ആൾക്കാരുണ്ട്. അതായത് പൊരിച്ചിട്ടേ കഴിക്കുള്ളൂ, ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ളവർക്കും സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചാൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നല്ലോണം മധുരം കഴിക്കുന്നവർ, ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നവർ, ഫ്രൂട്ട്സൊക്കെ ജ്യൂസാക്കി സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരിലൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറെ എന്നുള്ളത്, പണ്ടും ഇന്നും കോമൺ ആയിട്ട് കാണുന്നത് മദ്യപാനികളിലാണ്. ഇത് നമുക്ക് വളരെ ഇങ്ങനെ ഏജൊന്നുമില്ല, ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഏജൊന്നുമില്ല. അതായത് വളരെ ചെറുപ്പത്തിൽ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വളരെ കോമൺ ആണ്. പിന്നെ അതേപോലെ തീരെ വ്യായാമമില്ലാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഒരു ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ, തീരെ വ്യായാമം ചെയ്യാത്ത ആൾക്കാർ, ഡ്രൈവേഴ്സ്, ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നേരം തെറ്റി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് രാവിലത്തെ ഭക്ഷണം സമയത്തിനല്ല, ഉച്ചയ്ക്കത്തെ ഭക്ഷണം സമയത്തിനല്ല, രാത്രിക്കത്തെ ഭക്ഷണം വളരെ ലേറ്റായിട്ട് കഴിക്കുന്നു, എന്നിട്ട് ഉടനെ പോയി കിടന്നുറങ്ങുന്നു. ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ചിട്ടയില്ലാത്ത ജീവിത രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ളവർക്കും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു നേരം ചിലപ്പോൾ അവർ പട്ടിണി കിടക്കും, അടുത്ത നേരം ഇതിൻ്റെ ഡബിൾ ഭക്ഷണം കഴിക്കുന്നു, സമയത്തിനല്ല കഴിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് കരൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് ഉറക്കം, അതായത് രാത്രി തീരെ ഉറങ്ങുന്നില്ല, അതായത് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി, നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആൾക്കാർ, ഇനി ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഫോണിൽ കളിച്ചിട്ടോ വർത്താനം പറഞ്ഞിരുന്നിട്ടോ വെറുതെ ഇരുന്ന് രാത്രി നേരം കളഞ്ഞ് ചിലപ്പോൾ 2 മണിക്കോ 1 മണിക്കൊക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ളവരിൽ ഫാറ്റി ലിവർ കൂടും. ഇവർ പകൽ കൂടുതലായിട്ട് ഉറങ്ങാനും പകൽ ഇവർക്ക് ക്ഷീണം കൂടാനും പകലിങ്ങനെ
ഒരു ഉന്മേഷം ഇല്ലാണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ അതേപോലെ അമിതമായിട്ട് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലവർ രാവിലെ ഇഡ്ഡലി, ദോശ, ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചോറ്, ഇങ്ങനെ 3 നേരം അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് മാത്രം കഴിക്കുന്ന, അതായത് ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിച്ച് രാവിലെയും രാത്രി ഗോതമ്പ് കഴിക്കുന്ന, അതായത് പലപ്പോഴും ഷുഗറുള്ളൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർ ചിലപ്പോൾ കരുതാം ഗോതമ്പ് കഴിക്കുമ്പോൾ ഇത് കുഴപ്പമില്ല, അരിഭക്ഷണം അല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗോതമ്പ് കഴിച്ചാലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പിന്നെ ഷുഗർ ഉള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്ക്, നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും പ്രപ്പോർഷണൽ അല്ല, അമിതവണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുടവയറുള്ളവർക്ക്, ഇതൊക്കെയാണ് ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങളും വരുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് പൊതുവേ നമ്മൾ പറയും ഫാറ്റി ലിവറിന് പൊതുവേ അങ്ങനെ തുടക്കത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല, നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണ്. അതായത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ് എടുക്കുമ്പോൾ, അതായത് ഒരു മൂത്രക്കല്ലുണ്ടെങ്കിൽ നമ്മൾ സ്കാനിങ് എടുക്കാൻ പോകും, അപ്പോഴൊക്കെയാണ് പൊതുവേ ഫാറ്റി ലിവർ ഉണ്ടല്ലോ, ഗ്രേഡ് 1 ആണ് അല്ലെങ്കിൽ ഗ്രേഡ് 2 ആണ് എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഫൈബ്രോയിഡ്, ഓവേറിയൻ സിസ്റ്റ് ഇങ്ങനെയുള്ള കംപ്ലയിൻസിനൊക്കെ പോയിട്ട് സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറയുന്നത്. PCOD ഉള്ള കുട്ടികളിൽ, PCOD ഉള്ള സ്ത്രീകളിൽ ഒക്കെ ഫാറ്റി ലിവർ കാണാറുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കാനിങ് എടുക്കുമ്പോഴാണ് പൊതുവേ ഇത് കാണുന്നത്. അതേപോലെ തന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് വയറിൽ ഗ്യാസ് കെട്ടി നിൽക്കുക, വയറ് വീർക്കുക, വയറ് സ്തംഭനം, നെഞ്ചിടിച്ചിൽ, ഇങ്ങനെ റിപ്പീറ്റായിട്ട് ബുദ്ധിമുട്ടുകൾ വരും. ഇങ്ങനെ വരുമ്പോൾ ഡോക്ടറെ പോയിട്ട് കാണും. ആദ്യം ഗ്യാസിൻ്റെ മെഡിസിൻ കഴിക്കും, മെഡിസിനിൽ ഇത് മാറുന്നില്ല, അപ്പോൾ നമുക്കൊരു സ്കാനിങ് എടുത്ത് നോക്കാം എന്ന് പറയുമ്പോഴായിരിക്കും പൊതുവെ ഫാറ്റി ലിവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കഘട്ടത്തിലൊന്നും ഇത് തിരിച്ചറിയാറില്ല. അപ്പോൾ ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഗ്രേഡ് 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളത് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വയറ് വീർക്കൽ, വയറ് സ്തംഭനം, വിശപ്പ് പെട്ടെന്ന് മാറുക, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് വീർത്ത് ഇനി വേണ്ട എന്നുള്ള തോന്നൽ, എന്നാൽ വിശപ്പ് അമിതമായിട്ട് വരികയും ചെയ്യും. ഇങ്ങനത്തെ അവസ്ഥ കാണാറുണ്ട്. പുളിച്ചു തേട്ടൽ, ഏമ്പക്കം, നെഞ്ചെരിച്ചിൽ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പിന്നെ ചിലരിലൊക്കെ അമിതമായിട്ട് വണ്ണം കാണാറുണ്ട്, ഭയങ്കരമായിട്ട് വിശപ്പ്, നല്ലോണം ഇങ്ങനെ നേരത്തിനല്ലാണ്ട് വിശന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ നമുക്ക് കാണാറുണ്ട്. ശോധന കൃത്യമല്ലാണ്ടിരിക്കുക, ചിലപ്പോൾ വയറിളക്കം പോലെ വരാം, ചിലർക്ക് മോഷൻ തീരെ പോവാതെ വരും. ഈ മോഷൻ പോവാത്ത അവസ്ഥയാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ ഒരു ഉന്മേഷക്കുറവ്, ക്ഷീണം, തലയ്ക്കൊരു ഭാരം പോലെ, ചിലപ്പോൾ ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതേപോലെ കുടവയറ്, ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ ആണെങ്കിൽ ഏകദേശം എന്തൊക്കെ ലക്ഷണങ്ങളാണ് പൊതുവെ ഉണ്ടാവാറ് എന്നുള്ളത് പറയാം. നമ്മൾ ഗ്രേഡ് 1 ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വയറ് വീർക്കൽ, വയറ് സ്തംഭനം, പുളിച്ചു തേട്ടൽ, ഇങ്ങനെയുള്ള ഈ ലക്ഷണങ്ങളുണ്ടല്ലോ, ഇത് ഗ്രേഡ് 2 ഉണ്ടാവും. പക്ഷേ നമുക്ക് വേറെ ഒന്നെന്ന് പറഞ്ഞാൽ വാരിയലിൻ്റെ തൊട്ട് താഴെ വലതുവശത്തുള്ള ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു വേദന പോലൊരു തോന്നൽ, എന്നാൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവില്ല, ചെറിയൊരു ഭാരം കയറ്റി വെച്ച പോലുള്ളൊരു തോന്നലോ, ആ ഒരു ഭാഗം ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലുള്ളൊരു സെൽഫായിട്ടുള്ളൊരു ഫീലിങ്ങോ, ഒരു ഇറിറ്റേഷനോ ഇങ്ങനെ നിങ്ങൾക്ക് കാണാറുണ്ട്. ഫാറ്റി ലിവർ ഗ്രേഡ് 1 കാണുന്ന എല്ലാ ലക്ഷണങ്ങളും ഇങ്ങനെയുള്ളവർക്കും കാണാറുണ്ട്. പിന്നെ അതേപോലെ ശ്വാസതടസ്സം ചിലപ്പോൾ കാണാറുണ്ട്, കുറച്ച് സ്റ്റെപ്പ് കയറിയാലോ കുറച്ചടി നടന്നാലൊക്കെ ഒരു കിതപ്പ് പോലെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഗ്രേഡ് 2 ഉണ്ടെങ്കിൽ കാണും. പിന്നെ ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് കാണാറുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വായയിൽ കയ്പ്പ് രസം വരിക, അതായത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ വായയിലൊരു കയ്പ്പ് രസം പോലെ ഫീൽ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഭക്ഷണം മടുക്കുക, പിന്നെ കഴിക്കാൻ പറ്റാത്ത പോലെ, വിശപ്പില്ല, സമയത്തിനൊന്നും വിശക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കുന്നൊരവസ്ഥ. പിന്നെ ചിലർക്കൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൊറിച്ചിൽ കാണാറുണ്ട്. അതേപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രക്തം കട്ട പിടിച്ച് കിടക്കുന്ന പോലെ, ഒരു പച്ച നിറത്തിലോ ഇളം നീല നിറത്തിലോ ബ്രൗൺ നിറത്തിലോ ഒക്കെ രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് പോലെ. ഇപ്പോൾ നമ്മുടെ ശരീരം എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച് കഴിഞ്ഞാൽ അവിടെ രക്തം കട്ട പിടിക്കില്ല, ഇതേപോലെ കാണാറുണ്ട്. അവിടെ തൊട്ടാൽ വേദനയൊന്നും ഉണ്ടാവില്ല, ഈ ഒരു അവസ്ഥയ്ക്ക് പോവാറുണ്ട്. ഉറക്കക്കുറവ്, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ, ഓവർ തിങ്കിങ്, ദേഷ്യം കൂടുക, ടെൻഷൻ വരിക. ചിലരൊക്കെ നമ്മൾ കാണാറുണ്ട് ആവശ്യമില്ലാതെ ചൂടാവുക, എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് വരെ ദേഷ്യം വരിക, ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ പലരിലും കാണാറുണ്ട്. പിന്നെ അതേപോലെ ശരീരത്തിൻ്റെ ഈ ഒരു ചെസ്റ്റ് ഏരിയ ഭയങ്കരമായിട്ട് ശോഷിക്കും, കാലും കൈയും ശോഷിക്കും, എന്നാൽ വയറ് കുറച്ച് വീർത്ത് അരക്കെട്ടൊക്കെ ഒന്ന് വണ്ണം വെച്ച് വരിക, ഇങ്ങനത്തെ അവസ്ഥ കാണാറുണ്ട്. ചിലർക്കൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കറുപ്പ് നിറം, അതായത് ഈ നെറ്റിയുടെ ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളിൽ, ചിലപ്പോൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ കറുപ്പ് നിറം, ഈ രീതിയിലൊക്കെ കറുപ്പ് നിറം പല ഭാഗങ്ങളിലും കാണാറുണ്ട്.
ഇതൊക്കെയാണ് ഫാറ്റി ലിവർ ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഏകദേശം ഗ്രേഡ് 3 കഴിയുമ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് ലിവർ സീറോസിസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. പൊതുവെ ഫൈബ്രോ സ്കാനൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ലിവർ സീറോസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവുക. ചിലപ്പോൾ ഒരു ഗ്രേഡ് 2 കഴിയുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ലിവർ സീറോസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഗ്രേഡ് 3 സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു ലിവർ സീറോസിസിന് നമുക്ക് സ്റ്റേജസ് ഉണ്ട്, ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടും പൊതുവെ സിംറ്റംസിന് മാറ്റം വരാറുണ്ട്. അതായത് ലിവർ സീറോസിസ് ഒക്കെ എത്തി ഏകദേശം ഒരു അഡ്വാൻസ് സ്റ്റേജിക്ക്, നല്ല അപകടം നിറഞ്ഞ സ്റ്റേജിക്ക് എത്തിക്കഴിഞ്ഞാൽ കാണുന്ന ലക്ഷണങ്ങളാണ് ബ്ലഡ് ഛർദ്ദിക്കുക. അതായത് പെട്ടെന്നാണ് ബ്ലഡ് ഛർദ്ദിക്കുക. അതുവരെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ ഭക്ഷണം വായിൽ വെച്ചാൽ ഉടനെ ഛർദ്ദിക്കുക, പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണം ഇപ്പം നമ്മുടെ മുന്നിൽ കണ്ടാൽ പോലും ഇത് കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ, ഭക്ഷണത്തിന് ഭയങ്കരമായ മടുപ്പ്, മൂത്രത്തിന് മഞ്ഞ കളറ്, കണ്ണിൽ മഞ്ഞ കളറ്, മഞ്ഞപ്പിത്തം പോലുള്ള ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെടാം, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാണ്ട് പരസ്പരബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാം, കൺഫ്യൂഷൻ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, തീരെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പകൽ ഭയങ്കര ക്ഷീണം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ലിവർ സീറോസിസ് ഉള്ളവർക്ക് കാണാറുണ്ട്. ഈ ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് കാണും. അതായത് ഗ്രേഡ് 1 മുതലുള്ള ലക്ഷണങ്ങളും പലർക്കും കാണാറുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രേഡ് 1 ലക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഗ്രേഡ് 2 ഞാൻ പറഞ്ഞ പോലെ വാരിയലിൻ്റെ താഴെ വേദന നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഫാറ്റി ലിവറിന് വരണം എന്നില്ല. ചിലപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം എപ്പോഴും എല്ലാവർക്കും കാണണം എന്നില്ല. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഈ കാപ്പി കുടിക്കുന്നത് ലിവറിന് നല്ലതാണോ, അല്ലെങ്കിൽ ഈ കാപ്പി അമിതമായിട്ട് കുടിച്ചാൽ അത് ലിവറിന് ദോഷം ഉണ്ടാക്കുന്നുണ്ടോ? കുറേ പേര് ചോദിക്കാറുണ്ട്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ പല വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അപ്പോൾ പൊതുവെ ഈ ഒരു കാപ്പി കുടിക്കുന്നത് ആക്ച്വലി ലിവറിന് നല്ലതാണ്. അതായത് കോഫിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഈ ലിവറിലുള്ള എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അത് പുറന്തള്ളാനും നിങ്ങളുടെ ബ്ലഡിലും അതേപോലെ ലിവറിലൊക്കെയുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാനും ഒക്കെ ഓവറോൾ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു കോഫി വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും വയറിൽ എപ്പോഴും ഗ്യാസ് കെട്ടിയ പോലുള്ളൊരു തോന്നലുണ്ടാവും, ഏമ്പൊക്കെ ഉണ്ടാവും, കീഴ്വായു ഉണ്ടാവും, ഒരു ഉന്മേഷക്കുറവുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ ഇവർ ഈ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് കാപ്പി സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നാൽ ഇവർക്ക് ഭാവിയിൽ ഈ ഒരു ഉന്മേഷക്കുറവ് തീരെ മാറാതിരിക്കുക, അതേപോലെ തന്നെ വയറ് വീർക്കലും വയറ് സ്തംഭനം, മേമ്പക്കം, പൊളിച്ചു തേട്ടൽ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൂടുതലാവുക, ഇങ്ങനത്തെ പ്രയാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഫാറ്റി ലിവർ കാരണം ഉറക്കക്കുറവ് ഭയങ്കര കോമൺ ആണ്. ഇങ്ങനെ ഉറക്കക്കുറവുള്ളവർ അമിതമായിട്ട് കാപ്പി കുടിച്ചു എന്നുണ്ടെങ്കിൽ, കോഫി കുടിച്ചു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉറക്കക്കുറവ് കൂടുതലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, നിങ്ങൾക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാപ്പി 1-2 ഗ്ലാസ് ഒരു ദിവസം കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കാപ്പി വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പോൾ നിങ്ങൾക്ക് ലിവറിന് ഡാമേജ് ഉണ്ടാക്കാതെ, ലിവറിന് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു സിംറ്റംസ് കൂട്ടാത്ത രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ചിക്കറി റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ, ചിക്കറി റൂട്ട് പൗഡർ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിപ്പോൾ ഓൺലൈൻ സ്റ്റോറിലായിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഈ ഒരു പൗഡർ നിങ്ങൾ വെള്ളത്തിൽ തിളപ്പിച്ച് നിങ്ങൾക്ക് സ്റ്റീവിയ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ, സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ മധുര തുളസിയാണ്, ഇങ്ങനെയുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കുടിക്കുന്നത് ലിവറിന് വളരെ നല്ലതാണ്. ലിവറിലുള്ള കൊഴുപ്പ് അലിയിച്ച് കളയാനും ലിവറിലുള്ള വിഷാംശം പുറന്തള്ളാനും നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു ഉന്മേഷം കിട്ടാനും ഉറക്കക്കുറവൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് പൊതുവെ ഗ്യാസ് ഉള്ളവർക്ക് കുടിക്കാം, അതായത് വയറ് വീർക്കൽ, വയറ് സ്തംഭനമൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കിത് മധുരമില്ലാതെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ പറയാം, ഫാറ്റി ലിവറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, കാപ്പി കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും പാലൊഴിക്കാതെ പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് പൊതുവെ കാപ്പി കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്, അതെപ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത് എന്നുള്ളതാണ്. അതായത് പൊതുവേ നമ്മുടെ അടുത്ത് പേഷ്യൻസൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, വയറ് വീർക്കലും വയറ് സ്തംഭനമൊക്കെ ഉണ്ട്, ഫസ്റ്റ് ഗ്രേഡാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡാണ്. പലപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയപ്പോൾ എന്നോട് എക്സസൈസ് മതി, ഡയറ്റ് മതി എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഗ്യാസിൻ്റെ മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സസൈസ്
എക്സസൈസും ഡയറ്റും മാത്രം മതിയോ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഫാറ്റി ലിവർ മാറാൻ വേണ്ടിയിട്ടെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതായത് ഗ്രേഡ് 1 തന്നെ ലിവറിന് ഡാമേജ് ഉണ്ടാക്കുന്ന, അതായത് ചെറിയ രീതിയിൽ ലിവറിന് കോശങ്ങൾക്ക് ഡാമേജ് വരുന്ന ടൈപ്പ് ഫാറ്റി ലിവർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രേഡ് 2 ആകുമ്പോൾ തന്നെ ലിവറിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഫാറ്റി ലിവർ ഉണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഒരു സ്പീഡായിട്ടൊരു റിക്കവറി വെറുതെ നിങ്ങൾ എക്സസൈസും ഡയറ്റും മാത്രം ചെയ്താൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എക്സസൈസും ഡയറ്റും എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിനെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ സംശയമാണ്. പിന്നെ ഈ ഒരു ഫാറ്റി ലിവർ എപ്പോഴും സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു വയറ് വീർക്കലോ വയറ് സ്തംഭനോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണം, നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് ഒഴിവാക്കി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ ഒഴിവായി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത്, എൻ്റെ അസുഖം മാറി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു മുൻപത്തെ ജീവിത രീതിക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകും. എക്സസൈസ് കുറയ്ക്കും, ഡയറ്റ് കുറയ്ക്കും. ഇങ്ങനെ ചെയ്താൽ ഈ ഒരു ഫാറ്റി ലിവർ മാറല്ല ചെയ്യുക. ഈ ഒരു ഫാറ്റി ലിവർ സൈലൻ്റ് ആയിട്ട് അങ്ങനെ ഇരുന്ന് വളരും. ഗ്രേഡ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ലിവർ സീറോസിസ്റ്റൊക്കെ എത്തി പെട്ടെന്നൊന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയുള്ളൂ ഇത് ഒരു കുറച്ച് അഡ്വാൻസ്ഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ, ലിവറിൻ്റെ കോശങ്ങൾക്കൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുള്ള രീതിക്കാണ് നിങ്ങളുടെ ഫാറ്റി ലിവർ എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡയറ്റ്, എക്സസൈസ് പ്ലസ് ട്രീറ്റ്മെൻറ്റ് ഇത് നിങ്ങൾ എന്തായാലും എടുക്കാൻ നിർബന്ധമാണ് കേട്ടോ. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു രോഗിയുടെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം രോഗിയുടെ അടുത്ത് ചോദിച്ചറിയും. അതായത് നമ്മൾ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള 2 ലക്ഷണങ്ങളും എല്ലാവിധ ലക്ഷണങ്ങളും ചോദിച്ചറിയും. എന്നിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടും ജർമ്മനിയിൽ നിന്നുള്ള മെഡിസിൻസൊക്കെ കൂടിയിട്ടുമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും പെട്ടെന്ന് രോഗിയുടെ അസുഖം കുറയാനും, അതേപോലെ തന്നെ വൺസ് നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ മാറിക്കഴിഞ്ഞാൽ മെഡിസിൻസ് നിർത്തിയിട്ട് ഒരു സാധാരണ ജീവിതത്തിലേക്ക്, വളരെ നോർമലായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കാറുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് പറയാം. അതേപോലെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അതായത് എന്ത് മെഡിസിൻ എടുക്കുമ്പോഴും അതിന് കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഏകദേശം ഒരു ഗ്രേഡ് 1 ഒക്കെ ഉള്ളവരാണ്, ഗ്രേഡ് 2 ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നടക്കാം, ഓടാം, നീന്താം, ഇങ്ങനെ എന്ത് രീതിയിലുള്ള എക്സസൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ശരീരം നന്നായിട്ട് വിയർക്കണം, നിങ്ങൾ അത്യാവശ്യം ടയേർഡ് ആവണം, അങ്ങനത്തെ എക്സസൈസ് വേണം നിങ്ങൾ ചെയ്യാൻ. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തേതായിട്ട് നന്നായിട്ട് ഉറങ്ങണം. അതായത് രാത്രി ഏകദേശം ഒരു 10:30 മണി മുതൽ രാവിലെ 6:30 മണി വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം വേണം, അത് നിർബന്ധമാണ്. അതേപോലെ പകൽ നിങ്ങൾ ഉറങ്ങരുത്, ഉച്ചയുറക്കം തീരെ പാടില്ല. എപ്പോഴും നിങ്ങൾ പകൽ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതായത് നിങ്ങളൊരു 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എണീറ്റ് നടക്കുക, അത് ഭയങ്കര നിർബന്ധമാണ്. ഇത് പൊതുവേ ഡ്രൈവറായിട്ടൊരു ജോലി ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഡ്രൈവിംഗ് ഫീൽഡിലുള്ളവരാണെങ്കിലും ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ ഇത് ചെയ്യുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. കാരണം നിങ്ങളൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവരാണ്, നിങ്ങളത് ശ്രദ്ധിക്കില്ല. നിങ്ങൾ രാവിലത്തെ വ്യായാമം കഴിയും, പിന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പം നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പൊന്നും അലിഞ്ഞു പോവില്ല. അതുകൊണ്ട് ഇത് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം ഒരു നേരമാക്കി ചുരുക്കുക. അതിൽ വൈറ്റ് റൈസ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസ് ഇത് കഴിക്കരുത്. എപ്പോഴും തവിടുള്ള ബ്രൗൺ റൈസ് കഴിക്കുക, ഇത് ഭയങ്കര നിർബന്ധമാണ്. ബാക്കിയുള്ള 2 നേരവും നിങ്ങൾ മില്ലറ്റ്സ് ആയിരിക്കണം കഴിക്കുന്നത്, ഗോതമ്പ് കഴിക്കരുത്. കാരണം ഗോതമ്പിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അരിയേക്കാളും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു ഗുണം ചെയ്യുന്നില്ല. ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മില്ലറ്റ്സ് പോലുള്ള ചാമ, പിന്നെ അതേപോലെ റാഗി, ഇങ്ങനത്തെ സാധനങ്ങൾ വേണം നിങ്ങൾ കഴിക്കാൻ. ഓക്കെ, അടുത്തതായിട്ട് വേറെ പറയാനുള്ളത്, നിങ്ങൾ അരിഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റിനെ 4ആക്കി ഭാഗിച്ച് ആ പ്ലേറ്റിൻ്റെ ആ 4ൽ ഒരു ഭാഗം മാത്രം വേണം നിങ്ങൾ ചോറ് കഴിക്കാൻ. ബാക്കി നിങ്ങൾ സാലഡ്, എന്താണോ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറി, പിന്നെ എന്താണോ പ്രോട്ടീൻ, അതിപ്പോൾ ചിക്കൻ കറി വെച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ മീൻ കറി വെച്ചതായിക്കോട്ടെ, മുട്ടയുടെ വെള്ള ആയിക്കോട്ടെ, ഇതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ചിക്കൻ വറുത്ത് പൊരിച്ചത്, ഏതെങ്കിലും വെജിറ്റബിൾസ് വറുത്ത് പൊരിച്ചത്, സ്നാക്സ് ആയിക്കോട്ടെ വറുത്തത്, മീൻ വറുത്തത്, ഇതൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല. അതേപോലെ നിങ്ങൾ റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ്,
മട്ടൺ, പോർക്ക് ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നെയ്യ്, ബട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ ഭക്ഷണത്തിന് എണ്ണ ഉപയോഗിക്കുമ്പോൾ വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ നല്ലോണം സാലഡും ഫ്രൂട്ട്സും കഴിക്കുക. അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഓറഞ്ച്, മൊസമ്പി, പപ്പായ, പിന്നെ നമുക്ക് സീസൺ ആയിട്ട് കിട്ടുന്ന മാംഗോ, അതായത് മാങ്ങ, ചക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കുക. ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ചായയോ കാപ്പിയോ കുടിക്കുന്നവരാണെങ്കിൽ ഇതിൽ പഞ്ചസാര ഇടാതെ കുടിക്കുക. അതായത് ഷുഗർ കട്ട് ആവണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ബേക്കറി സാധനങ്ങൾ, എണ്ണക്കടികൾ, നട്ട്സ് ഇതൊക്കെ വളരെ മിതമായിട്ട്, അത് ബേക്കറി സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, എണ്ണക്കടികൾ ഒഴിവാക്കുക, നട്ട്സൊക്കെ 1, 2, 3 ദിവസം കഴിക്കുക. അത് നിങ്ങളുടെ ഫാറ്റി ലിവർ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് കഴിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇത് ഭയങ്കര നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ പുറത്തുനിന്ന് ആഹാരം കഴിക്കരുത്. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ ഫുഡ് ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മൈദ ഒഴിവാക്കുക, ഗോതമ്പ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഫാറ്റി ലിവർ നമുക്ക് പൂർണ്ണമായിട്ടും കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുമ്പോൾ പലരും ചെയ്യുന്ന കാര്യമാണ് ഫ്രൂട്ട്സ് ഷെയ്ക്കായിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസായിട്ട് കുടിക്കുക. ഇങ്ങനെയല്ല, നിങ്ങൾ ഫ്രൂട്ട് കഴിക്കുമ്പോൾ എപ്പോഴും ഫ്രൂട്ട്സ് അങ്ങനെ പീസാക്കി കടിച്ച് ചവച്ച് ഇതിൻ്റെ ഫൈബറൊക്കെ ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ വേണം കഴിക്കാൻ. അല്ലാണ്ട് നിങ്ങളത് ജ്യൂസാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ ഗുണം അതുകൊണ്ട് കിട്ടില്ല. അതുകൊണ്ട് പലവിധ ദോഷങ്ങളുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുമ്പോൾ അത് ഒരു ഫൈബറായിട്ട് തന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈബറിന് ഫാറ്റിനെ അബ്സോർബ് ചെയ്യാൻ, വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിലും ജീവിത രീതിയിലൊക്കെ വരുത്തേണ്ട മാറ്റം. പിന്നെ അതേപോലെ തന്നെ രാത്രിയിൽ ലേറ്റായിട്ട് ഫുഡ് കഴിക്കരുത്. രാത്രി ലേറ്റായിട്ട് ഉറങ്ങരുത്. ഏകദേശം ഒരു 7:30 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് രാത്രി 10:30 മണിക്ക് തന്നെ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഗ്രേഡ് 3 ഫാറ്റി ലിവറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2 നേരം എക്സസൈസ് ചെയ്യണം കേട്ടോ. അതായത് ഏകദേശം ഒരു രാവിലെ എണീറ്റ ഉടനെ ഒരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്തിട്ട് പിന്നെ വൈകിട്ട് ഒരു 6 മണി ആവുമ്പോൾ ഏകദേശം 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യുക. ഇത് നിർബന്ധമാണ്. അപ്പോൾ ഇതേപോലെ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.